നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ OTTയിൽ ഇപ്പോൾ റിലീസായിരിക്കുന്ന ഡെക്കോയിറ്റ് എ ലവ് സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥയെന്താണെന്ന് വെച്ചാൽ, സിനിമയുടെ തുടക്കത്തിൽ തന്നെ നായകനും നായികയും ഉരുകി ജീവനതുല്യം സ്നേഹിക്കുന്നവരാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ താൻ ചെയ്യാത്ത കുറ്റത്തിന് നായകൻ ജയിലിൽ പോകുന്നു. ഇതിന് ദൃക്സാക്ഷിയായി കോടതിയിൽ പോയി സാക്ഷി പറഞ്ഞത് നമ്മുടെ നായിക തന്നെയാണ്. ഇപ്പോൾ ഏതാണ്ട് 10 വർഷം ജയിലിൽ കഴിഞ്ഞ നായകൻ ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവന്റെ മനസ്സിലുള്ള ഒരേ ഒരു ദേഷ്യം എന്താണെന്ന് വെച്ചാൽ നായിക തന്നെയാണ്. താൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ നേരിട്ട് കണ്ടതാണ് അവൻ ചെയ്ത കുറ്റമെന്ന് അവൾ കോടതിയിൽ പറഞ്ഞതിന് അവളോട് പ്രതികാരം ചെയ്യാൻ പോകുകയാണ്. ഏതാണ്ട് ഈ സിനിമയുടെ ഒരു പൂർണ്ണ രൂപം. ഈ റിവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുഴുവനായി ക്ഷമയോടെ കേട്ടതിന് ശേഷം മാത്രം നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് നായകനായ അതിവിശേഷ്, സംവിധായകൻ ഷനിൽ ഡിയോയും ചേർന്നാണ്. ഷനിൽ ഡിയോ തന്നെയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതൊരു പക്ക ആക്ഷൻ റൊമാൻറ്റിക് ഡ്രാമയായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അതിലുപരി ഒരു കമേഴ്ഷ്യൽ സിനിമയായി വ്യക്തമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഉദ്വേഗജനകമായും മറുഭാഗത്ത് വലിയ വൈകാരികമായും ആക്ഷൻ രംഗങ്ങളാലും ഒക്കെ എല്ലാ കാര്യങ്ങളും ചേർത്താണ് ഈ ടീം സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം 3 പേരെ പറയണം. ഒന്ന് നായകനായ അതിവിശേഷ്, രണ്ടാമത് നായികയായ മൃണാൽ താക്കൂർ, മൂന്നാമത് ഒരു സിൻസിയർ പോലീസ് ഓഫീസറായി വരുന്ന അനുരാഗ് കശ്യപ്. ഈ 3 പേരും തങ്ങളുടെ വേഷങ്ങൾ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ പ്രകാശ് രാജ്, സുനിൽ, അതുൽ കുൽക്കർണി തുടങ്ങിയ സൈഡ് കഥാപാത്രങ്ങളും ഭേദപ്പെട്ട രീതിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ആ കലാകാരന്മാരും അവർക്ക് ആവശ്യമുള്ളത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. സിനിമയുടെ സിനിമാറ്റോഗ്രഫി, മ്യൂസിക്, എഡിറ്റിംഗ് എന്നിവ തീർച്ചയായും സിനിമയുടെ വലിയൊരു കരുത്താണ്. സൗണ്ട് ഡിസൈനിംഗ് ഡിപ്പാർട്ട്മെന്റിനെയും ഇതിൽ ചേർക്കാം. ടെക്നിക്കലി സിനിമ എത്രത്തോളം മികച്ചതാകാമോ അത്രത്തോളം നന്നായി അവർ ചെയ്തിട്ടുണ്ട്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ തിരക്കഥ നല്ല കരുത്തുറ്റതാണെന്ന് ഞാൻ പറയും. ഒരിടത്തും സിനിമ ബോറടിപ്പിക്കുന്നു എന്ന തോന്നൽ അവർ നൽകുന്നില്ല. അടുത്തെന്ത് സംഭവിക്കും, ആരാരുടെ കയ്യിൽ അകപ്പെടും എന്ന രീതിയിലുള്ള ഒരു ചേസിംഗ് സിനിമയിലൂടെ നീളമുണ്ട്. മറ്റൊരു ഭാഗത്ത് നായകനും നായികയും തമ്മിലുള്ള ഇമോഷണൽ രംഗങ്ങളും സൈഡ് ബൈ സൈഡായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ ആദ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ലെങ്കിലും പിന്നീടത് നീറ്റായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിലൊരു ട്വിസ്റ്റുണ്ട്, പക്ഷെ ഞാനത് പറയുന്നില്ല. അത് ചിലർക്ക് വലിയ ട്വിസ്റ്റായി തോന്നാം, ചിലർക്ക് ഞാനിത് ആദ്യമേ ഊഹിച്ചിരുന്നു എന്നും തോന്നാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റിവ്യൂവിൽ കാണാം.